മോളെ ഇതൊന്ന് നോക്കോ. ഒന്ന് അവിടെ എങ്ങാനും പോയി ഇരിക്കോ, ഞാൻ വിളിച്ചോളാം. ഡോ, തനിക്ക് ആധാർ കാർഡ് വേണോ റേഷൻ കാർഡ് വേണോ? ആധാർ കാർഡ്. എന്നാ പിന്നെ ഇതിലേക്ക് നോക്ക്, അത് റേഷൻ കാർഡാ. എടോ, തന്റെ ഫോട്ടോ എടുക്കുന്നു, ഇതിലേക്ക് നോക്ക്. ചേച്ചി എന്തിനാ ചൂടാവുന്നേ? ഞാനും ഫോട്ടോ കുറെ എടുത്തിട്ടുണ്ട്. എല്ലാം അറിയെങ്കിൽ പിന്നെ തന്നെ അങ്ങ് ചെയ്ത പോരെ, ഇങ്ങോട്ട് കയറി വരണോ? ഇങ്ങനെയാണെങ്കിൽ ലക്ഷ്യം ഉടനെ അടച്ചു കൂട്ടേണ്ടി വരും. നേരത്തെ ആ താത്തയുടെ സ്ഥാനത്ത് ഞാനായിരുന്നേ കാണായിരുന്നു. ഇന്നാ ഒരാഴ്ച കഴിഞ്ഞ ഓൺലൈനിൽ അപ്ഡേറ്റ് ആയിക്കോളും. 250 അവിടെ അടച്ചേക്ക്. ഓക്കെ. എന്താടോ പ്രശ്നം? അല്ലെങ്കിലേ ഇവിടെ ഇരുന്ന പ്രാന്തം അതിന്റെ ഇടയിൽ കൂടെ ഓരോന്ന് കയറി വന്നോളും. അതിന് കണക്കായിട്ടാ താത്തയും. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഈ സർലയാരെന്ന് ശരിക്കും അറിയാ താത്ത. എക്സ്ക്യൂസ് മീ, വാട്ട്? എൻ്റെ ആധാർ കാർഡിൽ അഡ്രസ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു. പഴയ അഡ്രസ് പറ. അതതിലുണ്ട്. ഇതിലുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റില്ലെന്നുണ്ടോ? വിശാലാക്ഷി, ഗദ്ദിമംഗലം മില്ലം, പാലസ് റോഡ്, തൃപ്പൂണിത്തറ, എറണാകുളം. പതുക്കെ പറയോ ഒന്ന്. ഗദ്ദിമംഗലം, പാലസ് റോഡ്, തൃപ്പൂണിത്തറ, എറണാകുളം. രണ്ട് വിരൽ ഇവിടെ വെക്ക്. ഇവിടെയോ? രണ്ട് വിരൽ രണ്ടും മറുത്ത് പിടിക്ക്. ഇനി ഈ കയ്യിൽ 4 വിരൽ അമർത്തി പിടിക്ക്. ഈ വള എവിടുന്ന? ഞാനിത് എവിടുന്നാ വാങ്ങിയതെന്നറിയാൻ. ഇന്നാ അത്രയ്ക്ക് ഇഷ്ടമെങ്കിലും എടുത്തോ. അയ്യോ ചേച്ചി. ചേച്ചിയോ? ആരുടെ ചേച്ചി? തനിക്കൊന്നും വേറെ പണിയില്ലേ? വള എവിടുന്നാ എങ്ങനെയാ ഉണ്ടാക്കി എവിടുന്നാ മേടിച്ച? വന്ന പണി നോക്കി പോയാ പോരെ. എന്തൊക്കെ അറിയടോ? എടോ പെണ്ണുമ്പളെ, എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിച്ചാണ്ടല്ലോ. പേരില് മാത്രം ഗതിയുണ്ടായ പോരാ, കുടുംബത്തിലും വേണം. തനിക്ക് വേണേ തന്റെ ഭർത്താവിനോട് പോയി ചോദിക്കണോ, ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിലും കഴുത്തിലും നോക്കി നടക്കാതെ. എനിക്ക് ഇവിടെ മതിയായി, ആരെങ്കിലും നോയിക്കാം. ഇനി ഇവിടെ നിന്ന ഈ ഗതിയില്ലാത്തവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? എറണാകുളത്തേക്കുള്ള അങ്ങനെ ഓരോ സ്റ്റേഷനും ഓരോ മണമുണ്ട്. ഒന്ന് പോ ചെറിയച്ചാ. നീ ഇരിക്ക്, കഴിക്കാം. വിശന്നിട്ട് വയ്യ. എന്തായി ജോലിയുടെ അപ്ഡേറ്റ്സ്?
സ്റ്റേഷനിലേക്ക് മാറ്റം നോക്കണ്ട. ഇതാണ് സുഖേട്ടാ, സ്റ്റേഷനൊക്കെ ഹെവിയാ. ആ നീ ഇത്ര വേഗം വന്നാ? ആ അന്ന് നേരത്തെ കഴിഞ്ഞു. നിനക്ക് വെക്കേട്ടോ ഒരെണ്ണം? ആ അവളെവിടെ? ഞാൻ അവളെ വിളിക്കാം. ഭാവനോട് ഇരുന്നേ. ഈ പരിപാടി ഇങ്ങനെ പോയി ശരിയാവില്ല. എനിക്കെന്റെ മക്കൾക്കൊരു മുട്ട പൊരിച്ചു കൊടുക്കാൻ പറ്റണില്ല. നിനക്കറിയാലോ, പ്രഭാകരേട്ടൻ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അവിടെ വരണേ. അങ്ങേർക്ക് ഇഷ്ടമുള്ള വല്ല ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെയാണ് നിന്റെ തമ്പ്രാട്ടി ഇവിടുന്ന് മാറുക നല്ലത്. അല്ലാതെ അവള് പറഞ്ഞ കേട്ട് ഞങ്ങളെ റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് കെട്ടിക്കല്ല വേണ്ടത്. നീ ഒന്ന് അടങ്ങ് സുലു. വേറെ സാരി തരുന്ന കുട്ടിയല്ലേ, നമ്മുടെ രീതിയായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. നീ കഴിക്കും. എന്താണ്? ഭാനുവിന് ഇഷ്ടമാണോ? എന്താ ഇവിടെ ചേച്ചിക്കും ചേട്ടനൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഭാനുവിനെ ശരിക്കും ഇഷ്ടമാണോ? ഞാൻ നല്ലൊരു ഭാര്യയല്ലേ? നീ അടിപൊളിയല്ലേ? എടോ, അവർക്കൊക്കെ നിന്റെ ശീലങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നോട് എന്ത് ഇഷ്ടക്കുറവ്? സോറി. നമുക്കേ പെട്ടെന്ന് തന്നെ വീട് മാറാം. നമുക്ക് പതിയെ മാറിയാൽ മതി. എനിക്കൊരു വള വാങ്ങിച്ചു തരുമോ? വളയോ? ആ, ഒരൊറ്റ വള. അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു വള? അതെന്താ, കാര്യങ്ങൾ ബോധ്യയില് ബാനു വള മേടിച്ചിടാൻ പറ്റുന്നുണ്ടോ? അയ്യോ, തമ്പുരാട്ടി ആഗ്രഹിച്ച വള നാളെ തന്നെ കയ്യിലിട്ടരും പോരെ?